എ പത്മകുമാർ താൻ സുരക്ഷിതനാണ് എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് ഇപ്പോൾ 8ാം പ്രതിയായി വിലങ്ങു വീഴുന്ന നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണ് പ്രവീൺ? സുജയ, ഈ ശബരിമല ഈ സ്വർണ്ണക്കൊള്ള വിഷയം ആദ്യം ഉയർന്നപ്പോൾ തന്നെ മാധ്യമങ്ങൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ സമീപിച്ചിരുന്നു. അന്ന് എ പത്മകുമാർ ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ ഒരു ദ്വാരപാലക ശില്പപാളികൾ അത് അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിടണം എന്നുള്ളത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, പിന്നീട് ഈ സ്വർണം എന്നതിന് പകരം രേഖകളിൽ ചെമ്പ് എന്ന് എഴുതിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അന്ന് എ പത്മകുമാർ പറഞ്ഞത് തന്ത്രിയുടെ അനുമതിയോടുകൂടി ഇക്കാര്യം, അതായത് ദ്വാരപാലക ശില്പപാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിടാൻ ബോർഡ് തീരുമാനിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് കൃത്യമായി അത് ചെയ്യേണ്ടത്. ഓരോ തലത്തിലും അവരാണത് ചെയ്യേണ്ടത്. രേഖകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദിയല്ല എന്ന ഒരു ന്യായമാണ് അന്ന് എ പത്മകുമാർ പറഞ്ഞിരുന്നത്. മറ്റൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് ആവർത്തിച്ച് മറുപടി നൽകിക്കൊണ്ടിരുന്നത് താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് എങ്ങനെയാണ് അയാൾക്ക് അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞതെന്ന് അന്വേഷിക്കണം. മറ്റൊന്ന്, ചില ആളുകളൊക്കെ വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, അങ്ങനെ ചില പരാമർശങ്ങളൊക്കെ അന്ന് എ പത്മകുമാർ നടത്തിയിരുന്നു. സ്വാഭാവികമായും അന്ന് മറ്റ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പേര് പറയാതെ തന്നെ പരോക്ഷമായി ചിലരെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഓരോ പ്രാവശ്യവും പത്മകുമാറിനെ സമീപിക്കുമ്പോൾ താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, ജീവനക്കാരാണല്ലോ അക്കാര്യങ്ങൾ ചെയ്യേണ്ടത്, രേഖകളിൽ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജീവനക്കാരാണ്. അതായത് ഒരു സ്വർണം, പ്രത്യേകിച്ചും ശബരിമലയിലെ ഒരു സ്വത്ത് പുറത്തേക്ക് കൊടുത്തുവിടുമ്പോൾ അതിനുവേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതിന് തീരുമാനമെടുക്കുക മാത്രമാണ് താൻ ചെയ്തത്. അതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അകമ്പടി പോകണമോ അല്ലെങ്കിൽ മറ്റ് അളവുകൾ എടുക്കണമോ എന്ന കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ചെയ്തത്. ഈ നോട്ടീസിന്റെ കാര്യവും നേരത്തെ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ നാം ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് SIT നിന്നും തനിക്ക് അങ്ങനെ ഒരു നോട്ടീസേ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം ഇതേ മറുപടി തന്നെയാണ് നൽകിയത്. കിട്ടാത്ത ഒരു നോട്ടീസിന് താൻ എങ്ങനെ മറുപടി നൽകും എന്നാണ് എ പത്മകുമാർ പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് SITയുടെ മുന്നിലേക്ക് ഹാജരാകാൻ പറ്റില്ല എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. ഇക്കാര്യം ചോദിച്ചപ്പോഴും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന മറുചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. ഏതായാലും എ പത്മകുമാറിനെ സംബന്ധിച്ച് ഈ വിവാദം ഉണ്ടായപ്പോൾ മുതൽ തന്നെ അദ്ദേഹം തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകളാണ് എ പത്മകുമാർ സ്വീകരിച്ചിരുന്നത്. എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് 8ാം പ്രതിയായിട്ടാണ് ഈ കേസിൽ വരുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ വാസു കമ്മീഷണർ ആയിരുന്നപ്പോൾ എ പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എൻ വാസു നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കമ്മീഷണർ എന്ന നിലയിൽ ആ സമയത്തുണ്ടായ കാര്യങ്ങളിലെ അദ്ദേഹത്തിന്റെ ഉൾപ്പെടൽ അതുതന്നെയാണ് ഇപ്പോൾ എൻ വാസുവിന് വിനയായത്. സ്വർണം ചെമ്പാക്കിയത് പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് എന്ന ഒരു കണ്ടെത്തലിലേക്ക് SIT എത്തിയിരിക്കുകയാണ്.